നമ്മുടെ ലൂസിഫർ 2 നമ്മുടെ എമ്പുരാന്റെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറക്റ്റ് ടൈമിന് ഞാൻ ഉണ്ടായിരുന്നത് രേഖാചിത്രം കാണാൻ വേണ്ടിയിട്ട് സിനിമ തിയേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിന് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ടീസർ അങ്ങോട്ടേക്ക് അവരങ്ങ് കയറ്റി വിട്ടു. എൻ്റെ പൊന്നു, നമ്മൾ ഫോണിൽ ഓൾറെഡി അതിന് മുൻപ് കുറച്ച് മുൻപ്, അതായത് ഇന്റർവെല്ലിന് കുറച്ച് മുൻപാണ് ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സംഭവം നമ്മുടെ തിയേറ്ററിലെ സ്ക്രീനിൽ ഇത് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിഴിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ടീസർ തീരുന്നത് വരെ അതങ്ങനെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടാണ് നമ്മളെല്ലാവരും ഇടുന്നത്. ഈ ഫോണിൽ കാണുന്നതിനേക്കാളും ഭയങ്കര രസമായിരുന്നു അതിങ്ങനെ ഈ തിയേറ്ററിൽ വെച്ചിട്ട് കാണുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടീസർ അടിപൊളിയായിട്ട് പൊളിച്ചടുക്കിയിട്ടുള്ളൊരു നല്ല ഹൈ ക്വാളിറ്റിയുള്ള ടീസർ. നമുക്കറിയാം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. 2025 മാർച്ച് 27 നമ്മുടെ എമ്പുരാൻ റിലീസ് ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കാത്തിരുന്നതാണ് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടാവോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും. അത് മാത്രമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ വലിയൊരു കംബാക്ക് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു ടീസറിൽ പോലും ഒരു കംബാക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും ലാലേട്ടൻ്റെ ആരാധകരായ എല്ലാവരും, അതുപോലെ തന്നെ എല്ലാ ഫാൻസാരാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഉറ്റുനോക്കുന്ന ഒരു സിനിമ തന്നെയാണ്. മലയാളം ഇൻഡസ്ട്രിയിലെ അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സിനിമ എന്നെല്ലാവരും വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ഇന്നലെ ടീസർ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടന്നു. അതിൽ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിലാദ്യം തന്നെ നമ്മുടെ മമ്മൂക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ, നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കും. ഇതില് നമ്മുടെ മമ്മൂക്ക് അറിയുന്നുണ്ട്. ഈ ടീസർ കണ്ട ശേഷമാണ് പറയുന്നത്. ഈ ടീസർ കാണുന്നതിന് മുൻപ് പൃഥ്വിരാജ് ഒരു ചെറിയ പടം, എല്ലാവരുടെയും പൃഥ്വിരാജ് ഒരു സാധാരണ പടം, ചെറിയ പടം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മമ്മൂക്ക പറയുന്നുണ്ട്, അതായത് ഇത് കണ്ട ശേഷം ഭയങ്കരമായിട്ട് എല്ലാവരും ഞെട്ടി. ഒരു ഹോളിവുഡ് ലെവല് പടം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ടീസർ പോലും ആ രീതിയിൽ തന്നെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അതായത് ഒരു ക്ലാസിക് ആൻഡ് ഒരു മാസ് പടം എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന, നമ്മൾ ഓഡിയൻസിന്റെ ആ ഒരു, അതായത് ഒരു പൃഥ്വിരാജ് സുകുമാരൻ പടം, അത് നമുക്ക് ഒരു ഗ്യാരണ്ടി ആണെന്നല്ല, ആ ഒരു ഭയങ്കര ഒരു ഗ്യാരണ്ടി ആയിട്ടാണ് എല്ലാവരും അതിനെ കാത്തിരിക്കുന്നത്. ആ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെയാണ് അത്. ആ ഒരു ടീസറിലാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ഗൂസ് ബംസ്. അതുപോലെ തന്നെയാണ് മമ്മൂക്കി അടക്കം ഞെട്ടിപ്പോയി അതിൻ്റെ ടീസർ കണ്ടിട്ട്. ചെറിയ പടം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചെറിയ പടമാണ് നീ എടുത്തു വെച്ചേക്കുന്നത്, ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെ, അത് നല്ല രീതിയിൽ തന്നെ മമ്മൂക്കി അത് പറയുന്നുണ്ട്. ഈ ഒരു ക്രൂവിനെ പറ്റിയിട്ട് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു ടീസർ ലോഞ്ചിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് കൂടി ഒന്ന് കേൾക്കാം. ഐ ബിലീവ് ഐ ഹാവ് ദ വേൾഡ്സ് ബെസ്റ്റ് ടീം. ലോകത്തിലെ ഏറ്റവും നല്ല ടീം എൻ്റെ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് എന്നോടൊപ്പമുള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ്. ആൻഡ് ദാറ്റ് ഐ നോ ഫോർ ഷുവർ. അപ്പൊ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം. നമ്മുടെ പൃഥ്വിരാജ് പറയുന്നുണ്ട്, ലോകത്ത് എവിടെ കൊണ്ടിട്ടാലും നമ്മൾ ഇതാകുമെന്ന് പറയുന്നത് പോലെ തന്നെ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് എൻ്റെ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടീം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള എഡിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കണ്ണൂരുകാരനായിട്ടുള്ള നമ്മുടെ ഏച്ചൂറുള്ള അഖിലേഷ് മോഹൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അഖിലേഷ് ചേട്ടനാണ് ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളൊക്കെ. അതായത് ഈ നമുക്കറിയാം, ഒരു എഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരാളെ പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ള ഒരാൾ ഏൽപ്പിക്കണമെങ്കിൽ എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ഉറപ്പുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയാണ്, ഒരു സാധാരണ പടവും കൂടിയല്ല, ഇത്രയും വലിയൊരു സിനിമ മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിനിമ ഒരാൾ എഡിറ്ററിന്റെ കയ്യിലാണ്. നമുക്കറിയാം, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയാൽ ആ ഒരു സിനിമയുടെ നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞാൽ അവസാനം എഡിറ്റ് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പോയി. അപ്പോൾ ഈ ടീസർ ആണെങ്കിലും ചെയ്തേക്കുന്നതാണെങ്കിലും ആ ഒരു വ്യക്തി തന്നെയാണ് ഈ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അഖിലേഷ് ചേട്ടൻ നമ്മുടെ സ്വന്തം നാട്ടുകാരനെ തന്നെയാണ്, നമുക്കൊക്കെ അറിയാവുന്ന ആള് തന്നെയാണ്. അതിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട്, പൃഥ്വിരാജ് സുകുമാരൻ്റെ കൂടെ ഭാഗമാകാൻ വേണ്ടിയിട്ട്
എഡിറ്റർ എന്ന് മെയിൻ എഡിറ്റർ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നത് തന്നെ നമുക്കറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത്രയും പ്രൗഡ് ഓഫ് യു ബ്രദർ എന്ന് പറയണം. അപ്പൊ നമുക്ക് ആ ഒരു വ്യക്തി സംസാരിക്കുന്ന കൂടി കാണാം, നമ്മുടെ അഖിലേഷ് സംസാരിക്കുന്ന കൂടി കാണാം. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ. ലൂസിഫർ എന്ന സിനിമയില് ഞാനതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഇപ്പൊ എമ്പുരാൻ ഡയറക്ടറായി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ആ ഒരു അവസരം തന്ന ഇത്രയും വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച രാജേട്ടനോട്, ഈ സിനിമ മാത്രമല്ല എന്നെ ഇൻഡിപെൻഡന്റ് ആക്കിയത് രാജേട്ടനാണ്. രാജേട്ടന്റെ കൂടെ ഇപ്പൊ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു. അപ്പൊ ആദ്യം തന്നെ രാജേട്ടനോട് നന്ദി പറയുന്നു. 25 വർഷത്തിൽ എത്തി നിൽക്കുന്ന ആശീർവാദ് സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷൻസിനും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ അഖിലേഷ് ഏട്ടൻ എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പൃഥ്വിരാജൻ സുകുമാരന്റെ കൂടെ തന്നെ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലാണെങ്കിലും മെയിൻ എഡിറ്റർ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരാളെ മാത്രം ഏൽപ്പിക്കുക എന്ന് പറയുന്നത്, അതും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത്രയും വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണം. ഇത്രയും നാള് ഒരുമിച്ച് എന്താ പറയുക സിനിമകളിൽ ചെയ്തിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം. ആ ഒരു സംഭവം ആ എഡിറ്ററുടെ കഴിവ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നലെ ഈ ടീസർ ലോഞ്ചിൽ ആ ടീസറിലും എല്ലാവരും അത് കണ്ടിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ ഒരു വിശ്വാസം പൃഥ്വിരാജിനുണ്ടായിരുന്നു അഖിലേഷ് ഏട്ടൻ്റെ അടുക്കെ. ആ ഒരു വിശ്വാസം കാത്തിട്ടുള്ള ഒരു ടീസർ തന്നെയാണ് ഇന്നലെ എന്തായാലും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളാണെങ്കിലും ആനിമൽ പോലെയുള്ള മൂവീസിലാണെങ്കിലും ആക്ഷൻ ഞങ്ങളൊക്കെ എഡിറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും പ്രൗഡ് ഓഫ് യു ബ്രദർ എന്ന് ഒന്നും കൂടി പറയാണ്. അപ്പം ആളുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ്, കാരണം നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്, നമുക്കറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത് നമുക്കത് എവിടെ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പൃഥ്വിരാജിന്റെ ഏതൊരു ഇന്റർവ്യൂസും കാര്യങ്ങളിലേക്ക് പോയാലും എവിടെ വെച്ചാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിന് മുൻപ് വരെ, അതായത് എമ്പുരാന്റെ കാര്യങ്ങൾ, അപ്ഡേറ്റ്സുകൾ, കാര്യങ്ങൾ. അങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പൃഥ്വിരാജ് പറയുന്ന ഒരു ഉത്തരം കൂടി നമുക്ക് കേൾക്കാം. എമ്പുരാൻ ഒരു 500 കോടി ബഡ്ജറ്റിലാണോ ഒരുങ്ങുന്നതെന്നൊക്കെ ഒരു ഗോസിപ്പ് ഉണ്ടല്ലോ. അല്ല, ബിഗ് ബഡ്ജറ്റ് ഫിലിം ആയിരിക്കും എന്നൊക്കെ പറയുന്നൊരു തുക അതിന്റെ ഒന്നും 7 അയലത്ത് ഒരു ബഡ്ജറ്റ് വരില്ല ആ സിനിമയ്ക്ക്. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ 500 കോടി എന്റെ അടുത്ത് തരികയാണെങ്കിൽ എനിക്ക് അത്ര പൈസ വേണ്ട ആ സിനിമ ചെയ്യാൻ. അങ്ങനത്തെ ഒരു കോടിക്കൊന്നും വിലയില്ലാത്തൊരു വലിയ സിനിമയാണ്. വലിയ സിനിമ എന്ന് വെച്ചാൽ അതിന്റെ കഥാ പശ്ചാത്തലം വലുതാണ്. സിനിമ ഒരു സാധാരണ സിനിമയാണ്. അപ്പോ ഇതിലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ആദ്യം തൊട്ടേ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ലൂസിഫറിനെ കുറിച്ചാണെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ ഒരു സാധാരണ ശൈലിയാണ്. ഒരു വലിയ പടമാണ് എടുക്കാൻ പോകുന്നതെങ്കിലും പറയുന്നത് സാധാ പടം, ഒരു സാധാരണ പടം എന്നുള്ള രീതിയിലാണ്. ഒരു സാധാരണ പടത്തിന്റെ ഒരു ചെറിയ വലിയ ഒരു ടീസറാണ്. ഇവിടെ മമ്മൂക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ വലിയ പടത്തിന്റെ ചെറിയൊരു ടീസറാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ എന്തായാലും മാർച്ച് 27-ാം തീയതി എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തായാലും നമ്മളെല്ലാവരും പൃഥ്വിരാജ് എന്നൊരു പറയുന്ന ഒരു ഡയറക്ടർ, അത് മാത്രമല്ല ഇന്നലെ ഇട്ട ഈ ഒരു ടീസറിൻ്റെ അകത്ത് ലിറിക്സ് എഴുതിയേക്കുന്നത്, അതായത് ദീപക് ദേവിന് ആലപിച്ച ആ ഒരു സോങ്ങില് ലിറിക്സ് എഴുതിയേക്കുന്നത് കൂടി നമ്മുടെ പൃഥ്വിരാജ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആളെ പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറാണ്, അതുപോലെ തന്നെ ഡയറക്ടറാണ്, എല്ലാ രീതിയിലും ഇപ്പം ആ ഒരു രീതിയിലും കൂടിയിട്ടാണെങ്കിലും സിംഗർ ആണെന്നാണെങ്കിലും എല്ലാ രീതിയിലും മികച്ച് നിൽക്കുന്ന ഒരാളായിട്ട് മാറിയേക്കുവാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ് നമുക്കറിയാം. വ്യക്തമായിട്ട് ആ ചെയ്യുന്ന ഡയറക്ടർ ആരാണ്, നമ്മുടെ പൃഥ്വിരാജാണ്. അത് മാത്രമല്ല നമ്മുടെ മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ കഥയാണ്. അത് നമുക്കൊരു ഗ്യാരണ്ടി തന്നെയാണ്. ലൂസിഫർ എന്ന് പറയുന്നത് ആളുടേതാണ്. അപ്പോൾ അതിൽ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറേ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ടീസർ പുറത്തു വിട്ടേക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ടീസർ പരിശോധിക്കുന്ന സമയത്ത് കുറേ ഡയലോഗ്സ് ഉണ്ട്. എല്ലാം നമ്മൾ കാണുന്ന സമയത്ത് എല്ലാം ലൂസിഫറിന്റെ ഭാഗത്തു നിന്നും അങ്ങൊന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചതുപോലത്തെ ഡയലോഗ്സുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തായാലും മുരളി ഗോപിയുടെ ഭാഗത്തു നിന്നും കഥ വരണ സമയത്ത് ഒരുപാട് നല്ല നല്ല ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഇവര് ആ ഒരു എന്താ പറയുക ട്രെയിലറിലോ ചിലപ്പോൾ ട്രെയിലറിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇനി ട്രെയിലർ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, ഞാൻ ടീസർ എന്നുള്ള രീതി മാത്രമാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും സിനിമയിൽ വരണ സമയത്ത് ആ ഒരു സസ്പെൻസ് പൊളിക്കണ്ട ആ ഒരു രീതിയിലായിരിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ പോലെ തന്നെ പടം നല്ല അടിപൊളിയായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക്
വിചാരിക്കാം, അങ്ങനെ തന്നെ വരുന്നു വിചാരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് കണ്ണും പൂട്ടി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന മലയാളി പ്രേക്ഷകർക്ക് ഇടയിൽ അത്രയും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജ് തന്നെ എമ്പുരാൻ 3, അതായത് ലൂസിഫർ 3 ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഈ പാർട്ട് 2 ഒരു വലിയ വിജയമാവട്ടെ. നമുക്ക് 3 ഇതുപോലെയല്ല, കുറച്ച് വലിയ പടമാണ്. അപ്പോ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് 3 സംഭവിക്കുക. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കഥ തീരണ്ടേ. നമ്മൾ ഇപ്പോ പാർട്ട് 1 നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് 2 ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു, പാർട്ട് 2 തീരുമ്പോൾ പാർട്ട് 3 ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ്. അപ്പോ സോ അത് ഹാവ് ടു സേ, കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത്. അപ്പൊ അത് പാർട്ട് 3 ചെയ്യാൻ പറ്റട്ടെ, അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ. അപ്പോ പൃഥ്വിരാജ് തന്നെ ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നുണ്ട് ലൂസിഫർ 3നെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മുടെ പൃഥ്വിരാജ് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ ലൂസിഫർ ഫസ്റ്റത്തെ സിനിമ ചിലപ്പോൾ നമുക്ക് അവിടെ അവസാനിപ്പിക്കാവുന്ന രീതിയിലായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തു. പക്ഷെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അവസാനം നമ്മൾ എന്താകും, അടുത്തത് എന്താണ് എന്നുള്ളൊരു ഇതിലാണ് കൊണ്ടു ചെന്ന് നിർത്തിക്കുന്നത്. അതായത് 3 ഓഫ് കോഴ്സ് ആയിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. 3 മാത്രമേ ഈ ഒരു സംഭവം, ഈ ഒരു സിനിമ അവസാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ ഉടൻ ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് നമ്മൾ കണ്ട് ഓക്കെ ആയ ഉടൻ തന്നെ നമുക്ക് അടുത്തൊരു പ്രതീക്ഷ എന്നുള്ള രീതിയിലുള്ള ഒരു എമ്പുരാൻ 3ന്റെ അപ്ഡേറ്റ് കൂടി ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ലൂസിഫർ 3ന്റെ അപ്ഡേറ്റ് കൂടി എന്തായാലും തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം മാർച്ച് 27 നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന്. എന്തായാലും അതൊരു ഗ്യാരണ്ടി തന്നെയാണ് എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ടീസർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട.